ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, തുടർന്നു വന്ന ലൈംഗിക ആരോപണങ്ങൾ, പരാതികൾ, ഇതിലൊക്കെ എന്താണ് മോഹൻലാലിന്റെ നിലപാട് എന്നതാണ് ഏവരും ഇന്ന് കാത്തിരുന്നത്. മോഹൻലാൽ വാർത്താ സമ്മേളനത്തിലൂടെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ AMMയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയും വൈകാരികമായി പ്രതികരിച്ചും നടൻ മോഹൻലാൽ ഇന്ന് കണ്ടത് നമ്മൾ അങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു, എന്നാൽ അതിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പിൽ താനില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. വിവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല, തെറ്റ് ചെയ്തയാൾ ശിക്ഷിക്കപ്പെടണമെന്നും മോഹൻലാൽ പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്, പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. കാര്യം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത്. മോഹൻലാൽ ഒഴിഞ്ഞുമാറിയ സുപ്രധാന ചോദ്യങ്ങൾ ഇങ്ങനെ: ആരോപണ വിധേയരെ AMMയിൽ നിന്ന് പുറത്താക്കുമോ? മറുപടിയില്ല. ആക്രമിക്കപ്പെട്ടവർക്കൊപ്പമാണോ? മറുപടിയില്ല. പരാതിപ്പെട്ടവർക്ക് ഒപ്പം നിൽക്കുമോ? അതിനും മറുപടിയില്ല. പകരം എല്ലാം ചേർത്ത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് മോഹൻലാലിന്റെ മറുപടി. പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വിവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ലെന്നും മലയാള സിനിമയെ തകർക്കരുതെന്നും അഭ്യർത്ഥിച്ചായിരുന്നു തുടക്കം. മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ 2 പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു. പവർ ഗ്രൂപ്പ് എന്നത് ആദ്യമായി കേൾക്കുന്നു. ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് AMM മാത്രമല്ല, ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ്. ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ആൻസർ ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എന്നിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കാണ്. AMMയിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം കൂട്ടായി എടുത്തതാണ്. എല്ലാവരും ആയിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാനറിയില്ല. വളരെയധികം സങ്കടമുണ്ട്. ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ അന്യരായത് തുടങ്ങി ചില വൈകാരിക ചോദ്യങ്ങളും. ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് അന്യന്മാരായി പോകുന്നത്? ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും സംഘടന ഉണ്ടാകണമെന്നും നിർദ്ദേശം. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാകണം. കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ്, അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. കൂടുതൽ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ ചടങ്ങിൽ നിന്നും മടക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.